എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എന്താ നമസ്കാരം ഒന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളൊരു ടൂറിന് പോയില്ലേ, അപ്പൊ എല്ലാരും എനർജറ്റിക് ആയിട്ട് ഇരിക്കണ്ടേ? ടൂറിന് പോണേനൊരു ഇത് വേണ്ടേ, അല്ലെങ്കിൽ അതിലൊരു അർത്ഥം ഇല്ലാണ്ടായി പോകും. നമ്മൾ ഓരോരുത്തർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എനർജി പുറത്തെടുക്കാൻ പറ്റും അല്ലേ? അപ്പൊ ഞാൻ പറയാം, എന്റെ പേര് ഷീബ, ഷാജി സാറിന്റെ വൈഫാണ്. 10-20 വർഷക്കാലം ഷാജി സാറിന്റെ ഒപ്പം ഗൾഫിലായിരുന്നു. വെറുതെ കിടന്ന് ഉറങ്ങലായിരുന്നു. അവിടെ കുറച്ച് പണികളും പിന്നെ അതേപോലെ വീട്ടിലെ പണികൾ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹൗസ് വൈഫായിരുന്നു. അങ്ങനെ കുറെ കാലം വെറുതെ കളഞ്ഞു എന്ന് തന്നെ പറയാം, ഒന്നും ചെയ്യാതെ. ഇപ്പൊ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് സെറ്റിലായി. അപ്പൊ RCM എന്ന നന്മ ഞങ്ങളെ പരിചയപ്പെടുത്തിയത് സനൽ സാറാണ്. വല്ലപ്പാടിന്റെ ഗ്രേറ്റ് ലീഡറായ സനൽ സാർ, അദ്ദേഹത്തിന്റെ സഹപാഠി കൂടിയാണ്, ഷാജി സാറിന്റെ സഹപാഠി കൂടിയാണ് സനൽ സാർ. അപ്പൊ ആ ഒരു നന്മയിൽ, അതായത് ആ ഒരു RCMത്തിലേക്ക് ഞാൻ കടന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഇത്രയും നാള് ഒന്നും ചെയ്യാത്തതിന് ശരിക്കും ഒരു വിഷമമായിരുന്നു. കാരണം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. കാരണം പക്ഷെ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ലാണ് എന്റെ വിചാരം. എന്റെ ഇത് ഇപ്പൊ സന്തോഷമായിട്ട് തന്നെ ഷാജി സാറിന്റെ ഒപ്പം തന്നെ ഞാനും RCM ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ മീറ്റിംഗ് ഒക്കെ പങ്കെടുക്കണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമാണ്. കാരണം വിദേശത്താകുമ്പോ നമ്മൾ നമ്മുടെ ഫാമിലിനെ ഒരുപാട് മിസ് ചെയ്യും. അവിടെ ആകുമ്പോ നമുക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്, ഓക്കെ, ജീവിതം സുഖം അതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ അച്ഛൻ, അമ്മ, അങ്ങനെ സഹോദരന്മാർ അവരൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു സന്തോഷമാണ്. അപ്പൊ നാട്ടിൽ നിന്നുകൊണ്ട് ഈ നല്ലൊരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ബിസിനസ്സിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് നല്ല സമയങ്ങൾ ചെലവാക്കാൻ കഴിയുന്നുണ്ട്. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലെ? അതേപോലെ നമ്മുടെ അച്ഛനമ്മമാർക്കായാലും സന്തോഷമാണ്. മക്കളടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള ജീവിതത്തിൽ അവരുടെ മക്കളടുത്തുണ്ടാവുമ്പോ ഇനി അവർക്ക് വേറെ ഒന്നും വേണ്ട. മക്കളടുത്തുണ്ടാവുമ്പോ അവർക്ക് പകുതി, അതുവരെ അവർക്ക് എന്നും അസുഖങ്ങൾ കാര്യങ്ങളായിരുന്നു. അവിടുന്ന് എപ്പോഴും കേൾക്കുമ്പോ തന്നെ വിഷമങ്ങളായിരുന്നു, എപ്പോഴും ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ. അതാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ സെറ്റിൽ ആവാൻ തന്നെ തീരുമാനിച്ചത് തന്നെ. ഇപ്പൊ ഒരുമിച്ച് നിന്ന് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോ തന്നെ എല്ലാവർക്കും ആരോഗ്യം. അമ്മ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. അമ്മ ഇടയ്ക്ക് എന്നും വലിച്ചിരുന്നൊക്കെ ആളാണ്. പക്ഷെ ഇതിന്റെ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട്, ന്യൂട്രിചാർജ് കിഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെ അമ്മയ്ക്ക് നല്ല മാറ്റം. ഇപ്പൊ വലിക്കാറില്ല. അതേപോലെ തന്നെ അമ്മ പറയും, എന്റെ മകൻ നാട്ടിൽ വന്നു, അതേപോലെ ഇത് ഞാൻ